കാണാതെ പോയി നീ. ഞാൻ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. 1957 പറവൂരിലാണ് എൻ്റെ ജനനം. 1999 ഞാൻ ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. ധാരാളം തിരക്കഥകളും ചലച്ചിത്ര ഗാനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സിനിമകളിലും സീരിയലുകളിലും ഞാൻ സജീവമാണ്. വപ്പിച്ചൊരൻ പനീർ പൂവുകൾ വെട്ടം വെട്ടം പൊൻവെട്ടം കിഴക്കുതിക്കും പൊൻവെട്ടം. ഞാൻ നിങ്ങളുടെ കുഞ്ഞുണ്ണി മാഷി. എൻ്റെ യഥാർത്ഥ പേര് KC കുഞ്ഞുണ്ണി എന്നാണ്. വടകരയിലാണ് എൻ്റെ ജനനം. മലയാള സാഹിത്യ ലോകത്തിന് ധാരാളം ബാലസാഹിത്യ കൃതികൾ നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ഞാൻ അർഹനായിട്ടുണ്ട്. സാധാരണക്കാരുടെ ഭാഷയിലാണ് എൻ്റെ രചനകൾ അത്രയും. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ മാധവിക്കുട്ടിയാണ് ഞാൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ സമയം ധാരാളം കൃതികൾ ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കഥ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. T നാരായണൻ്റെയും അമ്മാളുവിൻ്റെയും മകനായി ഞാൻ 1933 ജൂലൈ 15 ജനിച്ചു. എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ. നാലുകെട്ട് എന്ന എൻ്റെ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കെട്ടഴിഞ്ഞു വഴിതെറ്റിയ ഒരു കാറ്റ് ഓടക്കാട്ടിലെ കരിയിലകളെ പറത്തിക്കൊണ്ട് ചൂളംകുത്തി വീശി. മഞ്ഞുകൊണ്ട് നനഞ്ഞ ഇലകൾ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി P. വത്സലയാണ് ഞാൻ. ഞാനൊരു അധ്യാപികയായിരുന്നു. എൻ്റെ പഠനകാലത്ത് തന്നെ കഥകളും കവിതകളും ഞാൻ എഴുതിയിരുന്നു. നെല്ലാണ് എൻ്റെ പ്രധാനപ്പെട്ട അവിരാമമായ കരച്ചിലിനോട് കൂടിച്ചേർന്ന് കേരളമേ നിന്റെ ഓമന പേർ കേൾക്കേ കോൾമയിർ കൊള്ളുന്നെന്നുള്ളമെന്നും നീരാളപ്പച്ച. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ SK പൊറ്റക്കാട്. യാത്രാ വിവരണങ്ങളാണ് ഞാൻ അധികവും എഴുതാറ്. 1913 കോഴിക്കോടാണ് ഞാൻ ജനിച്ചത്. നീളെ കിടക്കുമുൾനാടുകളും കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പ്രിയപ്പെട്ട കൂട്ടുകാരി, മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയാണ് ഞാൻ. 1934 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ഞാൻ ജനിച്ചത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാറുണ്ട്. രാത്രിമഴ, അമ്പലമണി, മണലെഴുത്ത്, പാതിരാപ്പൂക്കൾ, കുറിഞ്ഞിപ്പൂക്കൾ എന്നിവയാണ് എൻ്റെ പ്രധാന കൃതികൾ. ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ. 1908 കോട്ടയം ജില്ലയിലെ തലയോളപ്പറമ്പിലാണ് എൻ്റെ ജനനം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ജനിച്ച നാൾ മുതലാണ് ജീവിതം ആരംഭിക്കുന്നത് എന്ന ധാരണ അയാൾക്കില്ല. ഞാൻ M. മോന്തൻ. 1942 സെപ്റ്റംബർ 10 ഞാൻ ജനിച്ചത്. ധാരാളം നോവലുകളും ചെറുകഥകളും ഞാൻ എഴുതിയിട്ടുണ്ട്.
മയ്യയുടെ കഥാകാരൻ എന്നാണ് ഏതെങ്കിലും ഒരു എന്നെ സാക്ഷാത്കാരത്തിലൂടെ എല്ലാവരും നമ്മുടെ ധാരാളം ജീവിതത്തെക്കുറിച്ച് എവിടെ വെച്ച് നാം ബോധവാനാകുന്നുവോ പുരസ്കാരങ്ങൾ അവിടെ വെച്ച് അപ്പോഴാണ് നാം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്.